أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم للزكاة فاعلون صدق الله العظيم. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പള്ളിയിൽ അംഗശുദ്ധി വരുത്തി ഇഅ്തികാഫിന്റെ നിയത്തോടുകൂടി വലിയ പ്രാധാന്യവും പുണ്യവുമൊക്കെ മനസ്സിലാക്കി ഒരുമിച്ച് കൂടിയ തഖ്വ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നും അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചും അത് ജീവിതത്തിൽ പകർത്തിയും ജീവിക്കുക എന്നത് വിശ്വാസിയുടെ വിജയത്തിന്റെ അടിസ്ഥാന മാനദണ്ഡമാണെന്നും മനസ്സിലാക്കി ഒരുമിച്ച് കൂടിയ സഹോദരന്മാരെ, സഹോദരിമാരെ, മുത്തഖയായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേഷഭൂഷാദികളോ വേറെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള കാട്ടിക്കൂട്ടലുകളോ അല്ല തഖ്വയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പൂർണ്ണമായും അള്ളാഹുവിനെ സമർപ്പിച്ചും ഇതിന്റെയൊക്കെ പിന്നിൽ അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കിയും അള്ളാഹു ജീവിക്കാൻ നൽകിയ അവസരങ്ങൾ മാത്രമേ എനിക്ക് ഇവിടെ ലഭിക്കുകയുള്ളൂ എന്നും എനിക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ, ആരോഗ്യം, സമ്പത്ത്, സൗകര്യങ്ങൾ, മക്കൾ, കുടുംബം, മറ്റു സാമൂഹികമായ പദവികൾ, അധികാരങ്ങൾ, സന്തോഷങ്ങൾ, ഇതൊക്കെ റബ്ബ് എനിക്ക് അങ്ങനെ തന്നതുകൊണ്ടാണ്, അനുവദിച്ചതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അവന്റെ വിളിക്കുത്തരം നൽകാൻ കാത്തിരിക്കുന്ന മനോഭാവമാണ് ശരിക്കും തഖ്വ എന്ന് പറയുന്നത്. ആ തരത്തിൽ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെല്ലാവരെയും അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമ്മുടെയൊക്കെ മാനസികമായ പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആളുകളോട് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ രോഗങ്ങൾ എല്ലാം അള്ളാഹു ശിഫ നൽകി, ആശ്വാസം നൽകി, ആരോഗ്യം നൽകി, ദീർഘായുസ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമ്മളേറെ ഇഷ്ടപ്പെട്ടിട്ടും നമ്മെ പ്രിയപ്പെട്ട പലരും നമ്മിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് വിട്ടുപോയ രക്ഷിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, മക്കൾ, അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റജബും ശഅബാനും നമ്മെ വിട്ടുപിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഖുത്ബ ഒരു വെള്ളിയാഴ്ചയിലേക്ക് ചിട്ടപ്പെടുത്തുമ്പോൾ ഒരുപാട് സംഗതികൾ അതിൽ പരിഗണിക്കേണ്ടതുണ്ട്, പരിഗണിക്കാറുമുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചാണ് ഞാൻ പോയത്. ഈ ആഴ്ച വരേണ്ടി വരും എന്ന് കരുതിയിട്ടും ഇല്ല. പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ പറയാനുണ്ട്. വിശുദ്ധ റമദാൻ മാസം ഇങ്ങനെ വെളിപ്പാടകലെ യാ ബാഗിയൽ ഖൈർ, നന്മ ഇഷ്ടപ്പെടുന്ന വിശ്വാസികളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹു വിളിക്കുന്ന നിമിഷങ്ങളാണ്, ദിനങ്ങളാണ് വരുന്നത്. അതിലേക്ക് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ശഅബാനിൽ അത്തരം ചില ചിന്തകളും ആലോചനകളും നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർമ്മപ്പെടുത്തിയതാണ്. ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ആരാധനാകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷഹാദത്ത്. അത് നമ്മൾ 24 മണിക്കൂർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ സമീപനങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, നമ്മുടെ കൂടിയാലോചനകളിൽ, നമ്മുടെ വിവാഹങ്ങളിൽ, ആഘോഷങ്ങളിൽ നിരന്തരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഷഹാദത്തും 5 വക്തും നിർബന്ധമായും സുന്നത്തുകൾ ഉൾപ്പെടെയുള്ള ആരാധനാകർമ്മമായ നമസ്കാരവും വളരെ ആത്മാർത്ഥമായി നമ്മൾ നിർവഹിക്കുന്നവരാണ്.
ഞാൻ പറയാം, നോമ്പിന്റെ മുമ്പ് നമസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ, എന്തെങ്കിലുമൊക്കെ വീഴ്ചയുണ്ടോ, എന്റേതൊരു കാട്ടിക്കൂട്ടലാണോ എന്നൊരു പരിശോധന നമ്മൾ നടത്തുന്നത് നല്ലതാണ്. ശരിക്കും കോംപ്രമൈസാണ് നമസ്കാരം, ഒരു പരിഹാരമാണ്. പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നവരോ പരിഹാരം നിർദ്ദേശിക്കുന്നവരൊക്കെയാണ്. പ്രവാചകന്റെ സദസ്സിലേക്ക് ഒരാൾ അല്പം വെപ്രാളപ്പെട്ട് ഒരു കയ്യിൽ ചെരുപ്പും കീറിയ തുണിയും വളരെ വിഷമത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, നബിയെ, എനിക്കൊരു സങ്കടം പറയേണ്ടത്. നബി അദ്ദേഹത്തിന്റെ വരവ് കണ്ടപ്പോ തന്നെ, പൊതുവെ ഇങ്ങനെ ചില ആളുകൾ ഉണ്ടാവുമല്ലോ, നബി അദ്ദേഹത്തെ പറയാൻ അനുവദിക്കാതെ പോയി ഒരു ഒന്നെടുത്ത് വരാനാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നൊക്കെ എപ്പോഴും എടുക്കണമല്ലോ, ഞാൻ അതൊന്ന് പറയട്ടെ നബിയെ, എനിക്കൊന്ന് പറയണം, നിങ്ങളോടൊന്ന് പറഞ്ഞാൽ തന്നെ എനിക്കൊരു സമാധാനമാവും, പോയി ഒന്നെടുത്തിട്ട് വാ മോനെ. അദ്ദേഹം ഓടിച്ചെന്ന് ഒന്നൊക്കെ വളരെ പ്രധാനമാണ് കേട്ടോ. നമ്മളൊക്കെ ഇപ്പോൾ ഒന്നുള്ള ആളുകളാണ്. ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഒന്നെടുക്കണമെങ്കിൽ ആ ഒന്ന് മതി ഒരു മനുഷ്യന്റെ കുറേ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഒഴുകിപ്പോകാൻ. പക്ഷെ നമ്മളെ ഒന്നുകൾക്ക് എത്രത്തോളം ആത്മീയ ചൈതന്യം ഉണ്ട് എന്നുള്ളത് വലിയ ചർച്ച ചെയ്തൊന്നും ഞാൻ അതിലേക്ക് പോണില്ല. അതൊക്കെ ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര പുണ്യമുള്ള കാര്യമാണ്. എന്തെല്ലാം കാര്യം, കണ്ണുകൊണ്ട് കണ്ട പാപങ്ങൾ അത് മാത്രം മതിയാവും ഒരു മനുഷ്യന്റെ ദുരന്തത്തിന്. അതിനൊരു പരിഹാരമാണ് വുളു. വായ കൊണ്ട്, ചെവി കൊണ്ട്, കൈകൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഒന്നിപ്പോ അവിടുന്ന് എല്ലാവരും എടുത്തിട്ട് കയറി വന്നതാണ്. എത്രത്തോളം അത് നന്നാക്കി എടുത്തിട്ടുണ്ട്, കേവലം ഒരു വെള്ളം നനയാലാണോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം ഒരു ഒന്നും എടുത്തിട്ട് ഓടി വന്നിട്ട് നബിയോട് പറഞ്ഞു, ഞാൻ ഇനി പറഞ്ഞോട്ടെ നബിയെ. നബി പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വന്നു. നിസ്കാരമൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യണല്ലേ നബി, ഞാൻ അതൊന്ന് പറയട്ടെ, എനിക്കിത് പറയണം, ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ആകെ വിഷമിക്കും. ശരി, എനിക്ക് പറയാ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വാ. നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം പോയി. ഞാൻ മനസ്സിലാക്കുന്നത് അത്ര വലിയ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഇയാളെ മനസ്സിൽ മുഴുവൻ ഇതാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് വരുന്നില്ല, മൂപ്പര് കാണാല. സഹാബത്തിനാരെ പറഞ്ഞുവിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. വളരെ നോർമലായി ഉരുകിയിട്ടാണ് വരുന്നത്. പിന്നെ നബി വിളിച്ചു, അടുത്തേക്ക് വിളിച്ചു, അടുത്തിരുത്തി തോളിൽ പിടിച്ച് ചോദിച്ചു, എന്താണ് പ്രശ്നം, പറ, ഇനി പറ, എന്താണ് എന്റെ വിഷമം, എന്താണ് എന്റെ വേദന, എന്താണ് എന്റെ പ്രയാസം, എന്താണ്? അദ്ദേഹം 2 തോൾ അനക്കിയിട്ട് പറഞ്ഞു, ഒന്നുമില്ല, വലിയ ബേജാറിലായിരുന്നല്ലോ. ഒരു ബേജാറില്ല നബിയെ, അതൊക്കെ പറയേണ്ടവനോട് പറഞ്ഞു. ഒരു കോംപ്രമൈസാണ് നിസ്കാരം. അങ്ങനെയാണ്. നമുക്കൊന്നും നമ്മളെ നിസ്കാരം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ട്? നമ്മൾ എല്ലാ വിഷമങ്ങളോടും ഓർമ്മയാവണ സമയമല്ല. എല്ലാ വിഷമങ്ങൾക്കുള്ള പരിഹാരമാണ് നിസ്കാരം. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾക്ക് അങ്ങനെ ഒരു പവിത്രത ഉണ്ട്, അങ്ങനെ ഒരു ചൈതന്യമുണ്ട്. എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ദിക്റുകൾ അങ്ങനെയാണ്. അപ്പൊ നമസ്കാരത്തിൽ നിന്ന് നമ്മൾ ഇനി നോമ്പിലേക്ക് ഇറങ്ങുകയാണ്. നോമ്പൊക്കെ ഒരു അത്ഭുതകരമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, വലിയ ജീവിത വിജയത്തിന് സാധ്യമാകുന്ന ഒരുപാട് കൂട്ടുകളുള്ള, ഒരുപാട് ശേഖരങ്ങളുള്ള ഒരു അമൂല്യ സംവിധാനമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റമദാൻ മാസം ഒരാൾക്ക് വന്നു കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താത്തവനാണ് നിന്ദ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യൻ റമദാൻ മാസത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് പിന്നെ അത് ഉപയോഗപ്പെടുത്താത്തവൻ. ഇസ്ലാമിലേക്ക് കടന്നു വന്ന 2 മനുഷ്യർ, ഒരാളൊരു രക്തസാക്ഷിയാണ്, ഒരാൾ സ്വാഭാവികമായി മരണം വരിച്ചവനാണ്. ഈ രക്തസാക്ഷിയായ മനുഷ്യൻ എന്ത് വന്നാലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളവനാണ്. പക്ഷെ അദ്ദേഹത്തെക്കാൾ മുമ്പിൽ 1 വർഷം ജീവിക്കാൻ അവസരം കിട്ടിയ ആൾ സ്വർഗത്തിലെത്തിയപ്പോൾ നബിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ്? നബി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് 1 വർഷത്തെ നോമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളതാണ്. വളരെ പ്രാധാന്യത്തോടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ അതിഥിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരുങ്ങുമല്ലോ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയാണെങ്കിലോ അള്ളാഹുവും റസൂലും പ്രവാചകന്മാരും മാലാഖമാരും അടക്കമുള്ള എല്ലാ ചർച്ചകളും നമ്മളും നമ്മുടെ മക്കളും കുട്ടികളും കുടുംബങ്ങളും ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ മേശപ്പുറത്തേക്ക്, നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ കടപ്പുറയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ വരുത്താൻ കഴിയുന്ന ആ അർത്ഥത്തിലുള്ള ഒരു അതിഥികളെ സ്വീകരിക്കുന്ന ഒരു മനസ്സെന്ന നിലയിൽ ഇനിയുള്ള ദിവസങ്ങൾ റമദാനിനു വേണ്ടി, നോമ്പിനു വേണ്ടി നമ്മൾ മാനസികമായും ശാരീരികമായും നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ ഞാനിന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് സക്കാത്തുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഏറെ അവഗണിച്ചിട്ടുള്ള,
നമ്മളൊട്ടും പരിഗണിക്കാത്ത, നമുക്കങ്ങനെ താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇന്നത്തെ ഖുതുബേനെ ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടോളുന്നില്ല. കാരണം അങ്ങനെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ് സക്കാത്ത്. വാങ്ങണേ വലിയ കുഴപ്പമുണ്ടാവില്ല, കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ സമ്പാദിച്ച് നമ്മുടെ സമ്പാദ്യം അത് കൊടുക്കുക, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക എന്നത് വലിയ വേദനയുണ്ടാക്കുന്ന, കുറവുണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കുന്ന ഒരു സംവിധാനമാണ് സക്കാത്ത്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി വയലൊന്നും ഇല്ലാത്തത്, അതിനെപ്പറ്റി ചർച്ചകളില്ലാത്തത്. പക്ഷേ എന്തോ അള്ളാഹുവിന് തോപ്പിക്കൊണ്ട് ഈ റമദാന്റെ മുമ്പ് നമ്മുടെയൊക്കെ ഉസ്താദന്മാർ തന്നെ അത് വലിയ ചർച്ചക്കിടുകയും വലിയ തോതിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സക്കാത്തിന്റെ. നമ്മൾ എന്താണോ മറന്നത് അതിങ്ങനെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ് സക്കാത്ത്? നമ്മൾ എങ്ങനെയാ സക്കാത്ത് കൊടുക്കല്? എന്തിനാ സക്കാത്ത് കൊടുക്കുന്നത്? എന്താണ് ഇസ്ലാമിൽ സക്കാത്തിന്റെ സ്ഥാനം? ഇതൊക്കെ നന്നായി അറിഞ്ഞിട്ടും അത് അറിയാൻ, മനസ്സിലാക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാലത്താണ് സക്കാത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന് മാത്രം നിർബന്ധമാക്കിയ ഒന്നായിരുന്നില്ല യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. വൗഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാത്തി വഇതാഇസ് സക്കാത്ത്. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു തആല 3 കാര്യമാണ്. ഒന്ന്, നന്മകൾ പ്രവർത്തിക്കുക. എല്ലാ നബിമാരും അല്ലാഹു തആല ഉപദേശിച്ചതാണ്, വഹി നൽകിയതാണ്. 2, നമസ്കാരം നിലനിർത്തുക. 3, സക്കാത്ത് നൽകുക എന്ന് പറയുന്നത്. നബിയുടെ കാലത്തേക്ക് വരുമ്പോ മക്ക കാലഘട്ടങ്ങളിൽ അതിന്റെ തത്വങ്ങളും അതിന്റെ ചില നിർദ്ദേശങ്ങളും വന്നു. മദീന കാലഘട്ടത്തിൽ അതിന്റെ പ്രയോഗവൽക്കരണം സാധ്യമായി എന്നുള്ളതാണ്. കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രയാസപ്പെട്ട മനുഷ്യരെ കണ്ടെത്തി അത് മുതലാളിമാരിൽ നിന്ന് പിടിച്ചു വാങ്ങുകയോ അവരുടെ അനുമതിയോടുകൂടി അത് ശേഖരിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം, ഒരു സംവിധാനം, ഒരു സാമ്പത്തിക ക്രമം ഇസ്ലാമിനുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാം നിലവിൽ വന്ന ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാമിക ഭരണ സംവിധാനം തങ്ങൾക്ക് പറ്റിയ ഒരു സംവിധാനം രൂപപ്പെട്ട ഉടനെ തന്നെ അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമസ്കാരം അങ്ങനെ തന്നെ, നോമ്പും അങ്ങനെ തന്നെ, യുദ്ധവും അങ്ങനെ തന്നെ, മാസപ്പിറവി അങ്ങനെ തന്നെ, അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതുവിഷയങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാത്തിനും നേതൃത്വം കൊടുത്തതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ഖുർആനിലെ ആയത്ത് നമ്മൾ അന്തം വിട്ടുപോകുന്നൊരായത്തിന് ഫവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് നാശം. പറയല്ല, ഉറപ്പല്ലേ. അള്ളാഹ് കൊടുക്കേണ്ടത് അള്ളാഹ് കൊടുത്തിട്ടില്ല, അള്ളാഹിനെ പരിഗണിച്ചിട്ടില്ല, മറ്റു ദൈവങ്ങളെ ആരാധിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുശ്രിക്കിന് നാശം തന്നെയാണ്. അതിനെപ്പറ്റി 2 അഭിപ്രായമല്ല. അല്ലദീന ലാ യുതൂന സക്കാ, എന്തോ വല്ല പ്രശ്നം? സക്കാത്ത് കൊടുത്തിരുന്നില്ല അവര്. ആ മുശ്രിക്കീങ്ങൾക്ക് നാശം. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവര് പരലോകത്തെ നിഷേധിച്ചവരാണ്. നമുക്കൊരു അത്ഭുതം തോന്നും. കാരണം ഏത് മുശ്രിക്കാ സക്കാത്ത് കൊടുക്കല്? അങ്ങനല്ലല്ലോ. മുശ്രിക്കിനല്ലല്ലോ സക്കാത്ത് നിർബന്ധമാക്കിയത്, മുസ്ലിമിനല്ലേ. മുസ്ലിമിന് സക്കാത്ത് നിർബന്ധമാക്കിയ വിഷയത്തിൽ എന്തിനാണ് മുശ്രിക്ക് സക്കാത്ത് കൊടുക്കണില്ല എന്നുള്ള ആശങ്ക വിശുദ്ധ ഖുർആൻ പങ്കുവെക്കുന്നത്? പേരുകൊണ്ട് അയാൾ മുസ്ലിമാണ്, അയാൾ നിസ്കരിക്കലൊക്കെ ഉണ്ട്, 5 വക്തും ചിലപ്പോൾ നിസ്കരിക്കലുണ്ടാകും, മറ്റു ആരാധന കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ടാവും. സക്കാത്ത് അയാൾ കൊടുക്കലുണ്ടാവില്ല. ഇപ്പൊ ഗുരുതരമായ പാളിച്ചയാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നത്. സക്കാത്തുമായി ബന്ധപ്പെട്ട വിമുഖത എന്ന് പറയുന്നത്, സക്കാത്തുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ അടച്ചാക്ഷേപിക്കുന്നത് ഗുരുതരമായ വലിയ പാപമായിട്ടാണ് മുശ്രിക്ക് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സാധാരണ നമ്മൾ തൗഹീദ് ശിർക്ക് എന്നൊക്കെ പറയുന്നത് എന്തിനാ? അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അവന് പിന്നെ അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ ദൈവമായി കണക്കാക്കുക, അങ്ങനെയാണല്ലോ. ഇവിടെ സാമ്പത്തിക വിഷയത്തിൽ ശിർക്കിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത്. അള്ളാഹുവിനെ അനുസരിക്കാതെ, അള്ള തന്ന സമ്പത്ത് അള്ള പറഞ്ഞ പോലെ ചെലവഴിക്കാതെ ഇന്റെ ഇഷ്ടത്തിന് ഞാൻ ചെലവഴിക്കുക എന്നതാണ് സാമ്പത്തിക രംഗത്തെ ശിർക്ക് എന്ന് പറയുന്നത്. ആരാധന രംഗത്ത് മാത്രമല്ല ശിർക്ക്. നമ്മളത് മനസ്സിലാക്കിയെടുത്ത് ഒരുപാട് പാളിച്ചകളുണ്ട്. ഞാൻ നമ്മൾ ആത്മാർത്ഥത്തിൽ പഠിക്കാൻ ശ്രമിക്കുമോ? അതുമില്ല. നമുക്ക് അതൊക്കെ ഇങ്ങനെ വിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നടന്ന് നമുക്ക് കുറെ പൈസ കിട്ടണം, അതുകൊണ്ട് നമ്മളെ കുറെ കാര്യങ്ങൾ നടക്കണം, നമ്മളെ സന്തോഷം നടക്കണം, ഇടയ്ക്ക് പള്ളിക്കൊക്കെ ഒന്ന് പോയി നിസ്കരിക്കും, മറ്റു കാര്യങ്ങൾ ചെയ്യണം എന്നതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ റബ്ബിനോട് ചോദിക്കുന്ന ഒന്നാണെന്നും ആരാധനാ കർമ്മമാണെന്നും അത് ഇന്റെ ആ 2.5% ഇന്റെ കുട്ടികൾക്കും മക്കൾക്കും വേണ്ടി എന്റെ വീട്ടിലെ ചട്ടിയിൽ വേവാനുള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് വളരെ പ്രധാനമാണ്. ഇച്ഛകളെ ദൈവമാക്കിയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പം അള്ള പറഞ്ഞൊന്നും വലിയ പ്രാധാന്യമില്ല, അവന്റെ ഇഷ്ടമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ കാര്യത്തിലും. അങ്ങനത്തെ ആളെ പറ്റി എന്താ പറഞ്ഞത്? അവൻ മുശ്രിക്കിന്റെ സ്ഥാനത്താണ്, ശിർക്ക് ചെയ്യുന്നവനാണ്.
സത്യത്തിൽ എന്താ സാമ്പത്തികമായ തൗഹീദ് പറഞ്ഞ്? സാമ്പത്തികമായ ഒരു തൗഹീദ് ഉണ്ടാവുമല്ലോ എല്ലാ രംഗത്തും. സാമ്പത്തികമായ തൗഹീദ് പറഞ്ഞാല് എനിക്ക് കിട്ടിയ എല്ലാ പൈസയും എന്റെ സമ്പത്തൊക്കെ എന്റെ റബ്ബ് തന്നതാണ്. അതാണ് ഒന്നാമത്തെ ബോധ്യം. അള്ള എങ്ങാനും അത് തടഞ്ഞിരുന്നെങ്കിൽ എനിക്കത് കിട്ടൂല. ഞാൻ എങ്ങനെ പരിശ്രമിച്ചാലും എനിക്കത് കിട്ടൂല. ആ ജോലി എനിക്ക് കിട്ടൂല. ആ സമ്പത്ത് ബിസിനസിന്റെ വിജയിക്കൂല. ആ കച്ചവടത്തിന് എനിക്ക് ബർക്കത്തുണ്ടാവില്ല. അള്ള വിചാരിച്ചത് കൊണ്ടാണ്, അള്ള തന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ള എങ്ങനെയാണോ അത് പറഞ്ഞത് അങ്ങനെ അത് ചെലവഴിക്കുക, അള്ള പറഞ്ഞതുപോലെ അത് ഉപയോഗപ്പെടുത്തുക. അതാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക തൗഹീദ് എന്ന് പറയുന്നത്. ഇനി സാമ്പത്തികമായി ശിർക്കെന്താ? അള്ള പറഞ്ഞ വഴിക്ക് കൊടുക്കാൻ ഭയങ്കര മടി. ഞാൻ ഇന്നോടും നിങ്ങളോടും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. നമ്മൾ കൊടുക്കലുണ്ടോ? കൊടുക്കാൻ പറ്റലുണ്ടോ? എത്രങ്ങാനും ഉറുപ്പ്യ നമ്മളെ കയ്യിലുണ്ട്? എത്രങ്ങാനും ഉറുപ്പ്യ നമ്മളെ ഗൂഗിൾ പേയിലുണ്ട്? എത്രങ്ങാനും പൈസ നമ്മൾ വെറുതെ ചെലവാക്കുന്നുണ്ട്? അതിന്റെ 2.5%. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ പോലെ 100 രൂപയുടെ 2.5%, 2 രൂപ 50 പൈസ അത് കൊടുക്കുന്ന വിഷയത്തിൽ നിർബന്ധമായും ആ ഒരു പൈസയും നമ്മളോ നമ്മുടെ കുട്ടികളോ കഴിക്കുന്നുവെങ്കിൽ അത് വലിയ നഷ്ടത്തിലേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ സാമ്പത്തിക വിഷയത്തിൽ, സക്കാത്തിന്റെ വിഷയത്തിൽ നല്ലൊരു ചർച്ച തന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നടക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് സാമൂഹിക സാഹചര്യം നമുക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം സാമ്പത്തിക രംഗത്തുള്ള ബിദ്അത്താണ്. എന്താ സാമ്പത്തിക ബിദ്അത്ത്? ഇപ്പൊ സുന്നത്തും ബിദ്അത്തൊക്കെ നമ്മളൊരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് തോന്നുകയാണ് ഞാൻ ഉണ്ടാക്കിയ സമ്പത്തിന്റെ ഇഷ്ടം പോലെ ഞാൻ ചെലവഴിക്കും, ഇഷ്ടാനുസരണം ചെലവഴിക്കുക എന്നുള്ളതാണ്. ഈ സാമ്പത്തിക രംഗത്തെ ബിദ്അത്ത് ആദ്യമായി രൂപപ്പെടുന്നത് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിട്ടയിലും വ്യവസ്ഥയിലും രൂപപ്പെടുത്തിയ ഇസ്ലാമിക ആ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും പ്രവാചകന്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖിന്റെ കാലമായപ്പോ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഞാൻ ഇനി സക്കാത്ത് കൊടുക്കൂല എന്നല്ലോ, സക്കാത്ത് കൊടുക്കൂല എന്നല്ല പറഞ്ഞത്, ഞാൻ ഇനി ബൈത്തു സക്കാത്തിൽ ഇനി ഇത് പൈസ കൊടുക്കൂല, നബി ഉള്ളപ്പോ കൊടുത്ത പോലെ ഞാനത് കൊടുക്കണില്ല എന്നവർ തീരുമാനിച്ചു. കുറെ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ. അത് ഞാൻ ഇന്റെ ഇഷ്ടം പോലെ ചെയ്യും, നബി കൊടുത്ത പോലെ ഇപ്പൊ അബൂബക്കർ സിദ്ദീഖിന് കൊടുക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു. നബി പോയല്ലോ. അതിനെതിരെ പൊതുവെ വളരെ നിഷ്കളങ്ക മനസ്സിന്റെ ഉടമയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കടുത്ത രീതിയിലാണ് അതിനെതിരെ പ്രതികരിച്ചത്. അയൻഖുസു അദ്ദീൻ വഅന ഹയ്യുൻ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ദീനിൽ നുക്സാൻ വരുത്തുകയാണോ? നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുകയാണോ? വല്ലാഹി ലഉഖാതിലന്ന, യുദ്ധം ചെയ്യുന്ന പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖിനെ പോലെ കടുത്ത നിലപാടെടുക്കുന്ന ആളുകൾ പോലും പറഞ്ഞു, പഠിച്ചോനെ അങ്ങനെ പറയണോ? മുസ്ലിങ്ങളായ ആൾക്കാരോട്, നമ്മളെ കൂടെ നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, നമ്മളെ കൂടെ ജീവിക്കുന്ന ആളുകളോടാണ് ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ പറഞ്ഞില്ല, ഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്തി ഫഇന്ന സകാത്ത ഹഖുൽ മാൽ. സക്കാത്തിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിൽ വേർതിരിവ് കൽപ്പിക്കുന്ന ആളുകൾ, അവരോട് ഞാൻ യുദ്ധം ചെയ്യും. മുശ്രിക്കീങ്ങളോടല്ല, കാഫിരീങ്ങളോടല്ല, മുസ്ലിങ്ങളായ ആളുകളോട് എന്ന് അദ്ദേഹത്തിന്. വല്ലാഹി ലൗ മനഊനി ഇനാഖൻ കാനൂ യുഅദ്ദൂനഹാ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹാ. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ നേരത്തെ ഈ അർത്ഥത്തിലുള്ള ബൈത്തുൽ മാലിലേക്ക് അടച്ചിരുന്ന ഒരു ഒട്ടകത്തിന്റെ കയറാണ് പ്രവാചകന്റെ കാലശേഷം ഇവിടെ അടക്കാൻ നിങ്ങൾ മടിക്കുന്നുവെങ്കിൽ ആ ഒട്ടകത്തിന്റെ കയറിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പിൻഗാമി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ശക്തമായി പറഞ്ഞതോടുകൂടി ആ സക്കാത്ത് നിഷേധികൾ അവിടെ അത് അവസാനിപ്പിച്ചു. സക്കാത്തിന്റെയും സംഘടിതമായിട്ടാണ്, നിസ്കാരവും സംഘടിതമായിട്ടാണ്. ഒറ്റക്കൊരാൾക്ക് നിസ്കരിക്കുകയൊക്കെ ചെയ്യാം. ഏറ്റവും പുണ്യവും ഏറ്റവും പ്രാധാന്യം ജമാഅത്തായി നിസ്കരിപ്പ് നമ്മളെല്ലാവരും ജുമുഅയിലാണ്. ജുമുഅയും അങ്ങനെ തന്നെയാണ്. സംഘടിതമായി ചെയ്യേണ്ടത് സംഘടിതമായി തന്നെ ചെയ്യണം. അപ്പൊ ആ അർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തു പോയിട്ട് ഒരു പറയണം, ഞങ്ങൾ ഇനി സക്കാത്ത് തരാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ഈ കാലത്തും കേട്ടുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ സക്കാത്ത് ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം വേണം എന്നാണ് പറയുന്നത്. ഇസ്ലാമിക ഭരണകൂടം ഉണ്ടോ? ശരിക്കും പ്രവാചകൻ വിഭാവനം ചെയ്ത ഇസ്ലാമിക ഭരണകൂടം സത്യം ലോകത്ത് മുസ്ലിം രാജ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു സംവിധാനം തന്നെ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ശരി. നീ പറയുന്ന ആൾക്കാരോ ഇത് പറഞ്ഞിട്ടോ വിചാരിച്ചും ഒരു ഇസ്ലാമിക രാജ്യം വന്നിട്ട് വേണം സക്കാത്ത് കൊടുക്കാൻ തോന്നിപ്പോകുമ്പോൾ വർത്താനം കേട്ടാൽ ഏതെങ്കിലും അർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രവും രാഷ്ട്രീയവും ക്ഷേമരാഷ്ട്രവും ആരെങ്കിലും പറഞ്ഞാൽ ശത്രുക്കളെക്കാൾ ശക്തമായിട്ട് ഇവര് മതരാഷ്ട്രവാദികളാണ്, ഇവർ രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നവരാണ് എന്ന് വിമർശിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ളതാണ്. ഇസ്ലാമിക സംവിധാനം തന്നെയാണ്, രാഷ്ട്രീയ രാഷ്ട്ര സംവിധാനം തന്നെയാണ് നമസ്കാരം നിലനിർത്തിയത്, ജുമുഅ നിലനിർത്തിയത്.
ഇസ്ലാമിലെ മറ്റു സംവിധാനങ്ങളൊക്കെ അവർ കൊണ്ടുവന്നത് അത് തന്നെയാണ്. പ്രവാചകന കാലത്തും അങ്ങനെ തന്നെയാണ്. മറ്റു പള്ളികളിൽ ഇമാമിന് നിശ്ചയിച്ചതും അവർക്ക് ശമ്പളം കൊടുക്കാനുണ്ടായതും മാസം കണ്ടതും മാസപ്പിറവി കണ്ടതും നോമ്പുറപ്പിച്ചതും വിവാഹവും വിവാഹമോചനവും അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം തന്നെയാണ് എല്ലാ കാലത്തും നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മളെപ്പോലെയുള്ളൊരു മതേതര രാജ്യം, ഇവിടെ രാഷ്ട്രീയ സംവിധാനമുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ ജമാഅത്ത് നമസ്കരിക്കണ്ടേ, ജുമ നമസ്കരിക്കണ്ടേ, ഇവിടെ മാസം കാലണ്ടേ, അതിനൊക്കെ നമ്മൾ കണ്ടൊരു സംവിധാനം എന്താ? അതിനൊക്കെ നമുക്കുള്ളൊരു സംവിധാനം നമ്മുടെ മഹല്ല് സംവിധാനമാണ്. എന്തിനാ മഹല്ല് സംവിധാനം ഉണ്ടായത്? ഒരു മഹല്ല് സംവിധാനത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിരിക്കുന്ന ജുമ അടക്കം അതിന്റെ ഭാഗമാണ്. 3 ആളുകൾ മാത്രമേ ഒരു നാട്ടിലുള്ളൂ വിചാരിക്കാം, മുസ്ലിങ്ങൾ. അവർ 3 ആളും കൂടി ഒരാൾ ഇമാമായി കൊണ്ടെന്ത് ചെയ്യണം, അവിടെ ജുമ ആരംഭിക്കണം. അതിനുള്ള സൗകര്യം സാധ്യമാവുന്നതിന്റെ പരമാവധി ഇസ്ലാം വിഭാവനം ചെയ്ത സാമൂഹിക ക്രമങ്ങൾ, അഖീദയുമായി ബന്ധപ്പെട്ട് പരാമർശമുള്ള ശറഹുൽ അഖായിദ് പള്ളി ദർസുകളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പ്രമുഖമായ ഒരു ഗ്രന്ഥമാണ്. അതിൽ പറയുന്നത് വെച്ചാൽ ഇസ്ലാമിക എല്ലാ സാമൂഹിക ഇടപാടുകളും സംവിധാനങ്ങളും കർമ്മങ്ങളും രൂപപ്പെടുന്നതും പെടുത്തേണ്ടതും അതിന് നേതൃത്വം കൊടുക്കേണ്ടതും ഇസ്ലാമിക ഭരണകൂട സംവിധാനമാണ്. അതിലൊന്നും ആർക്കും തർക്കമല്ല. പക്ഷെ അതുണ്ടായിട്ടേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്, എന്നാൽ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. എത്രത്തോളം? സക്കാത്ത് അർഹരിലേക്ക് എത്തുകയില്ലേ എന്ന് ഭയപ്പെട്ട് അവരുള്ള കുറച്ച് ആളുകളെ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് വിളിച്ചു വരുത്തി അങ്ങനെയൊക്കെ വിതരണം ചെയ്യുന്നത് വരെ ചെയ്യുന്നുണ്ട്. എന്നാലും സംഘടിത സക്കാത്തിനെ വലിയ ഭാരമായി, വലിയ ദുരന്തമായി, അനിസ്ലാമിക പദ്ധതിയായി അവതരിപ്പിക്കുന്ന സാഹചര്യം പോലും നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ വന്നു എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ജുമ വേണ്ട നോക്കാൻ പറ്റുമോ? നമ്മുടെ അടിയിലുള്ള മറ്റു സംവിധാനങ്ങൾ വേണ്ട നോക്കാൻ പറ്റുമോ? അല്ലദീന യമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ്സലാ വആതു സക്കാത്ത വഅമറു ബിൽ മഅറൂഫ് വനഹവ അനിൽ മുൻകർ. ഒരു ചെറിയ സംവിധാനം നമുക്ക് കിട്ടിയാൽ, നമ്മുടെ സൗകര്യങ്ങൾ അതിന് രൂപപ്പെട്ടാൽ ഒരുപാട് കാര്യങ്ങൾ മഹല്ല് സംവിധാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്രിമിനൽ നിയമങ്ങളും ശിക്ഷാ നിയമങ്ങളൊന്നും പറ്റൂല. കാരണം എന്താ? അതിനിവിടെ നമ്മളെ സർക്കാർ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു മഹല്ലിന് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യുക. ആ കൂട്ടത്തിൽ നമസ്കാരം പോലെ, മറ്റു കാര്യങ്ങൾ പോലെ, നോമ്പ് പോലെ, നമ്മുടെ നോമ്പുതുറകളൊക്കെ പോലെ, എല്ലാ കാര്യങ്ങളെ പോലെ സക്കാത്തും ഈ അർത്ഥത്തിൽ. എന്തിന് സത്യത്തിൽ സക്കാത്ത്? ആർക്കത് കൊടുക്കണത്? ഒരാൾ ഒറ്റക്ക് അയാളെ കയ്യിലുള്ള പൈസ എല്ലാ കൊല്ലം ഏതെങ്കിലും 4-5 പാവങ്ങൾ കൊടുത്താൽ പരമാവധി അയാളെ കുട്ടികൾക്ക് ഉടുപ്പെടുക്കാൻ പറ്റും, അന്നിത്തിരി ഭക്ഷണം വാങ്ങാൻ പറ്റും. അതിന്റെ അപ്പുറത്ത് സക്കാത്ത് മുന്നോട്ട് വെക്കുന്ന വലിയ സാമൂഹികമായ ശക്തമായ സംവിധാനങ്ങൾ, ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന സംവിധാനങ്ങൾ, അർഹരായ ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുത്ത് അങ്ങനെ നൽകപ്പെട്ട ആളുകൾ പിറ്റത്തെ വർഷം ഇനി എനിക്ക് സക്കാത്ത് വേണ്ട എന്ന് പറയാനും എന്റെ ഒരു വിഹിതം നിങ്ങളെ ഏൽപ്പിക്കാനും പറ്റുന്ന തരത്തിൽ ആളുകളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്ന ആ വലിയ സംവിധാനത്തെയാണ് ഇന്ന് ഈ അർത്ഥത്തിൽ സമൂഹ മതത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒറ്റക്കൊറ്റക്ക് നിർവഹിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. മാത്രമല്ല, വ്യക്തിപരമായ അത്തരം പ്രവർത്തനങ്ങൾ അവരുടെ തന്നെ കർമ്മശുദ്ധിയെ അല്ലെങ്കിൽ ആ ഒരു ശുദ്ധിയെ അത് ബാധിക്കും. കാരണം അയാൾ ഇയാളോട് നന്ദി കാണിക്കേണ്ടി വരും. അതേസമയം ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ, ഒരു സംവിധാനത്തെ ഏൽപ്പിച്ചാൽ, അത് കൂടിയാലോചിച്ചിട്ട് അർഹരയാളിലേക്ക് എത്തിച്ചാൽ, വിധവകളിലേക്ക് എത്തിച്ചാൽ, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്താൽ, ജോലിയില്ലാത്തവർക്ക് വണ്ടിയോ അല്ലെങ്കിൽ കച്ചവടമോ, അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള വലിയ സംവിധാനമാണ് ലോക അടിസ്ഥാനത്തിൽ തന്നെ, ലോക രാജ്യങ്ങൾ തന്നെ ഈ അർത്ഥത്തിൽ ഇസ്ലാമല്ലാത്ത ആളുകൾ പോലും, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും ഇതിനെ അക്കമഡേറ്റ് ചെയ്യുന്ന ഒരു കാലത്താണ് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. സക്കാത്തിന് 8 അവകാശങ്ങളിൽ 3-ാമത്തെ ആളറിയോ? വൽ ആമിലീന അലൈഹ. എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം? ആമിലീന അലൈഹ, സക്കാത്ത് ജോലിക്കാർ. എന്താ സക്കാത്ത് ജോലി? സക്കാത്ത് കളക്ട് ചെയ്യുന്നതും അത് പിരിച്ചെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ആളുകൾ അതിന്റെ അവകാശികൾ കൂടിയാണ്. വല്ലദീന ഹും ലിസ്സക്കാത്തി ഫാഇലൂൻ. അവർ സക്കാത്തിന്റെ വിഷയത്തിൽ പ്രവർത്തനം നടത്തുന്നവരാണ്. അപ്പൊ ആ അർത്ഥത്തിൽ സക്കാത്തിന്റെ വഴിയിൽ പ്രവർത്തിക്കുക എന്നതിൽ ഉൾപ്പെടാനുള്ള കാരണം തന്നെ അതിന്റെ സംഘടിത സ്വഭാവത്തെ ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ ഭാഗമാണ്. പൗരോഹിത്യം ഇങ്ങനെ ഒരുപാട് കാലത്ത് ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇംഗ്ലീഷ് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടായി. പിന്നെ ഒടുവിൽ മുസല്ലത്തുൻ നിസാ എന്നെങ്കിലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മാത്രമല്ല, ഇതിലൊരു താല്പര്യം കൊണ്ടിരുന്ന എന്റെ അഭിപ്രായം, ഒരു താല്പര്യമാണ്. സാധാരണഗതിയിൽ ഇപ്പോ ഞാനൊക്കെ അങ്ങനെ പഠിച്ചു വളർന്ന ആളും കൂടിയാണ്. സക്കാത്ത് പ്രധാനമായും കിട്ടുക ഉസ്താദുമാർക്കാണ്. നമ്മളൊക്കെ മനസ്സിൽ അങ്ങനെ തന്നെ ഇരിക്കും. റമദാൻ ആയി കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ തരണം, അതിനുള്ള സംവിധാനമാണ്.
അതിനെപ്പറ്റി ഞാനല്ല അതിന്റെ അർഹനായ ആള്, ഈ സമൂഹത്തിൽ ഇന്ന ആളെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അതിന്റെ നഷ്ടമായിരിക്കാം എനിക്ക് തന്നെ. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് വല്ല വയലും പറയാനോ അല്ലെങ്കിൽ വലിയ പരിപാടി സംഘടിപ്പിക്കാനോ പറ്റാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അർത്ഥത്തിലുള്ള അവരുടെ ലാഭം നോക്കിയുള്ള ഇത്തരം വിഷയങ്ങളിലുള്ള ഈ ഒരു മറച്ചുവെക്കലിന്റെ മറ്റൊരു രീതിയാണ് ഈ സംഘടിത സക്കാത്തിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ സമ്പത്ത് തൽക്കാലം നിന്റെ കയ്യിലുണ്ടായിക്കോട്ടെട്ടോ, അത്രയും സംവിധാനം എന്ന് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച് നമ്മുടെ സമ്പത്ത്, ആ സമ്പത്ത് എത്ര ഉറുപ്പുണ്ടെന്ന് കൃത്യമായി ആലോചിച്ച് അതിന്റെ വരുമാനവും ശമ്പളമൊക്കെ കണക്കുകൂട്ടി അതിലുള്ള തർക്കങ്ങളിലേക്കൊന്നും പോകാതെ അതിന്റെ 2.5% അതൊരിക്കലും ഞാനും എന്റെ മക്കളും തിന്നേണ്ടതല്ല എന്ന് മനസ്സിലാക്കുകയും ഇനി ഒറ്റയ്ക്ക് എന്നെ കൊടുത്താൽ മതിയെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന സംവിധാനത്തിൽ അത് പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അത് പാടില്ലെന്നല്ല. ഏറ്റവും ഉചിതമായ രീതി എന്ന് പറയുന്നത് സംഘടിതമായ ഒരു സംവിധാനം, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ ഏൽപ്പിച്ചുകൊണ്ട് അതിനെ ഗുണപരമായി സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ അർത്ഥത്തിൽ നമസ്കാരം നന്നാക്കുന്നത് പോലെ തന്നെ, നോമ്പിലേക്ക് ഇറങ്ങുന്നത് പോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ ആ ശിർക്കിന്റെ അംശം കടന്നു വരാതിരിക്കണമെങ്കിൽ നമ്മുടെ സമ്പത്തിന്റെ 2.5% അർഹരായ ആളുകളിലേക്ക് എത്തി എന്ന് ഉറപ്പുവരുത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ സാമ്പത്തികമായ അച്ചടക്കമുള്ള സാമ്പത്തിക തൗഹീദിന്റെ വക്താക്കളിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുത്തഖിയായി മുഖ്ലിസായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെല്ലാവരെയും അവന്റെ യഥാർത്ഥ മുത്തഖിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇസ്ലാം ഒരു സമഗ്ര ജീവിത പദ്ധതിയാണ്, ഒരു ഐഡിയോളജിയാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കേണ്ട ഒരു കാര്യമാണ്. അതിനാവശ്യമായ സ്വഭാവ സംസ്കരണം, ആരാധനാ രംഗത്തുള്ള ശ്രദ്ധ, സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി, ഇതൊക്കെ ഇപ്പോൾ സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വളർച്ചയാണ്. എന്തിനാ സക്കാത്ത് കൊടുക്കുന്നത്? ആ സക്കാത്ത് അവൻ നൽകുന്നതിലൂടെ അവന്റെ വിശുദ്ധി അവന്റെ ലക്ഷ്യമാണ്. ആർക്കാണോ കൊടുക്കുന്നത് അയാളുടെ വിശുദ്ധിയും ലക്ഷ്യമാണ്. എന്താണോ കൊടുക്കുന്നത് ആ സമ്പത്തിന്റെ വളർച്ചയും അയാളുടെ ലക്ഷ്യമാണ്. 3 ലക്ഷ്യമാണ് സക്കാത്ത് കൊണ്ടുണ്ടാവുന്നത്. നോമ്പ് എന്തിനാണ്? തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കർമ്മങ്ങളും ആ തരത്തിൽ അതിന് ജാഗ്രതയോടുകൂടി, അതേപോലെ നമ്മളെ പരസ്പര ബന്ധങ്ങൾ. നബി എന്റെ അയൽപക്കത്തൊരു പെണ്ണുണ്ട്, നല്ല പെണ്ണൊക്കെയാണ്, 5 വക്ത് നിസ്കരിക്കും, സുന്നത്തും നോമ്പും സക്കാത്തൊക്കെ കൊടുക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട് നബിയെ. എന്താ? അയൽപക്കത്തൊരു പെണ്ണുമായിട്ട് ഒട്ടും സുഖത്തിലല്ല, എന്നും അടിയാണ്. നബി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞത് ഹിയമിൻ അഹ്ലിൻ നാർ എന്നാണ്. മാദൽ അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഓള് നരകത്തിലാണ്. അല്ലാഹു റസൂൽ പറയാണ്, ഇന്റെ അയൽപക്കത്തൊരു പെണ്ണുണ്ട്, ഫർളൊക്കെ നിസ്കരിക്കും, നോമ്പ് കൊടുക്കും, സുന്നത്തൊന്നും അങ്ങനെ പാലിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല, സക്കാത്ത് കൊടുക്കും, സ്വതക്കയിലൊന്നും അത്ര ഒരു താല്പര്യമില്ല, കാരണം അയാൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ നബി ആരോടൊരു ശത്രുതല്ല കേട്ടോ, ആരും പ്രശ്നമല്ല. എന്തെങ്കിലൊക്കെ അങ്ങോട്ടോ പറഞ്ഞ അപ്പൊ തന്നെ അത് പൊരുത്തപ്പെടിക്കും. ഹിയമിൻ അഹ്ലിൽ ജന്ന എന്നാണ്. അപ്പൊ സ്വർഗം എന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെ കുത്തിക്കേറി തള്ളിക്കേറി പോകാൻ പറ്റുന്ന ഒന്നല്ല. എല്ലാ മേഖലയും നമ്മൾ പരിശോധിക്കണം. വലിയ വലിയ സമ്പന്നരായ ആളുകൾ ആ സമ്പത്തിന്റെ ഉത്തുംഗതയിലേക്ക് എത്താൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഉണ്ടാകും. അള്ളാഹു അവരെ മോട്ടിവേറ്റ് ചെയ്തതുണ്ടാകും. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വലിയ പൈസക്കാരനാകുമ്പോൾ അതിന്റെ 2.5% അള്ളാഹു ദീന്റെ മാർഗത്തിൽ ഈ അർത്ഥത്തിൽ കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിന് മടി കാണിക്കുക എന്ന് പറഞ്ഞാൽ ദുരന്തപൂർണമായൊരു ജീവിതമാണ് അയാൾക്കുണ്ടാവുക. ഇവിടെ ചിലപ്പോൾ അങ്ങനെ തട്ടിമുട്ടി മന്തിയൊക്കെ തിന്നങ്ങൾ കഴിഞ്ഞു പോയിന്ന് വരും. വളരെ പ്രാധാന്യപൂർവ്വം ഈ അർത്ഥത്തിലുള്ളൊരു പരിശുദ്ധി, ജീവിത വിശുദ്ധി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത് ചിട്ടപ്പെടുത്തി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒക്കെ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ ഒരു തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ പറഞ്ഞപ്പോഴൊക്കെ നരകത്തിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്തപ്പോൾ നബി പറയാണ്, ബിലാൽ അവിടെ ഇരിക്കുന്നുണ്ട്, അബ്ദുറഹ്മാൻ അവിടെ ഇല്ല. റസൂലുള്ള പറയാണ്, ബിലാലൊക്കെ നേരത്തെ കാലത്തെ സ്വർഗത്തിലെത്തും,
ബിലാലിന് ഭയങ്കര സന്തോഷം. നബിന്റെ അടുത്ത് കുറച്ച് അടുത്തേക്ക് നീങ്ങിയിരുന്നു. അബ്ദുറഹ്മാനുക്ക് അപ്പൊ കുറച്ച് നേരം വെക്കും, കാരണം മൂപ്പർക്ക് തോട്ടവും പൈസയും പണ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പരിപാടി കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ ബിലാലും കുറച്ച് ആൾക്കാരും കൂടി അബ്ദുറഹ്മാൻ ചെന്നിട്ട്, അബ്ദുറഹ്മാനെ അറിഞ്ഞോ നബി പറഞ്ഞേ ഞാനൊക്കെ നേരത്തെ സ്വർഗത്ത് പോകും, ഇയ്യ കുറച്ച് നേരം പോകും കേട്ടോ. കുറച്ച് നേരം പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ പോയാൽ മതിയല്ലോ എന്നല്ല പറഞ്ഞത്. അദ്ദേഹം നബിന്റെ അടുക്കൽ ഓടി വന്നിട്ട്, നബി ഞങ്ങൾ അങ്ങനെ പറഞ്ഞോ? സ്വർഗത്തേക്ക് പോകൂലെന്നല്ല അബ്ദു പറഞ്ഞത്, കുറച്ച് നേരം പോകും. ചോദ്യങ്ങൾ ചോദിക്കണ്ടാവുമല്ലോ, മറുപടി പറയണ്ടേ, എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമുഖമായ തോട്ടം അപ്പൊ തന്നെ അല്ലാഹു ദീന്റെ മാർഗത്തിൽ കൊടുത്തിട്ട് പറയും, എനിക്ക് ബിലാലിനേക്കാളും മുമ്പ് സ്വർഗത്തിലെത്തണം. മരിച്ചു പോകുന്നുള്ള ബോധമുള്ളവൻ മൂക്കിൽ പഞ്ഞി വെക്കും, കയ്യും കാലും കുട്ടിക്കെട്ടും, ആൾക്കാർ തലനേറ്റ് ഖബറിലേക്ക് കൊണ്ടുപോകുമെന്ന ബോധ്യമുള്ളവൻ സമ്പത്തിന്റെ 2.5% മാറ്റിവെക്കും. ആ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ അള്ള തന്ന സമ്പത്തിന്റെ വിഷയത്തിൽ എനിക്ക് ഇന്ന നരകം വാങ്ങാൻ വയ്യ, നന്നായി സമ്പാദിച്ചോളി, അള്ള തരും. ആ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ സാമ്പത്തികമായ അച്ചടക്കത്തെ, അബ്ദുറഹ്മാന്റെ വീട്ടിലേക്ക് ഒരാള് വീട് പണിയുടെ സഹായത്തിന് നബിനെ ഒരാൾ വന്ന് കാണുമ്പോൾ നബി പറയുന്നുണ്ട്, ഈ ഒരു കാര്യം ചെയ്യേ, അബ്ദുറഹ്മാൻ വഫിന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് എന്നെ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. അപ്പൊ അദ്ദേഹം ഈ സാധാരണക്കാരനായ മനുഷ്യൻ അബ്ദുറഹ്മാൻ വഫിന്റെ വീട്ടിലേക്ക്, റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ ഭയങ്കര തർക്കം നടക്കണ വീട്ടില്. എന്താ വിഷയം? ഇന്നലെ ഉണ്ടാക്കിയ തിരി കാണാനില്ലാന്ന്, പഴയ തുണി കൊണ്ട് ഉണ്ടാക്കണ വിളക്കിന്റെ തിരി കാണാനില്ല. ഭാര്യ പറയുന്നത്, മോൻസ വേറെ തുണി ഉണ്ടാക്കിക്കോളി, ഇന്നലെ ഉണ്ടാക്കിയ തിരി അവിടെ. ഒരു തിരിന്റെ വിഷയത്തിൽ ഇങ്ങനെ തർക്കം ഉണ്ടാക്കണ ഇയാളോട് ഞാൻ വീട് പണിക്ക് സഹായം ചോദിച്ചാൽ നല്ല പോലെ ഉണ്ടാവും. അദ്ദേഹം തിരിച്ചു പോരാൻ നിൽക്കണം. അപ്പൊ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ, ആരാണ്? ഞാനൊരു ഇങ്ങനെ കാര്യം പറഞ്ഞു വന്നതാണ്. ആര് പറഞ്ഞിട്ട് വന്നതാണ്? റസൂലുള്ള പറഞ്ഞിട്ട് വന്നതാണ്. എന്തേലും വിഷയം? ഞാൻ വീട് പണി നടക്കുകയാണ്, അപ്പൊ എനിക്കൊരു ചെറിയ സഹായം തരാൻ വേണ്ടി നബിന്റെ അടുത്ത് നബി പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് കാണാൻ, എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോണേ. ഇവിടുന്ന് എനിക്കത് കിട്ടും തോന്നണില്ല. ഒരു തിരിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഭാര്യനോട് അച്ഛയും വിളി ഉണ്ടാക്കുന്ന നിങ്ങൾ എന്നെ എങ്ങനെ സഹായിക്കാനാണ്? അവിടെ നിൽക്കാൻ പറഞ്ഞു. അകത്ത് ചെന്ന് ഒരു സ്വർണത്തിന്റെ കിഴി കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം പുറത്തു നിന്നിട്ട് പറയാൻ, നീ സമ്പാദിക്കുമ്പോ ഇതുപോലെ സമ്പാദിക്കണം, കയ്യിലുള്ള തിരി കാണിച്ചു കൊടുത്തിട്ട്. നീ ആളുകൾക്ക് കൊടുക്കുമ്പോ, മറ്റുള്ളവരെ പരിഗണിക്കുമ്പോ, അവരെ പ്രശ്നങ്ങൾ അറിയുമ്പോ ഇതുപോലെ ചെയ്യും. അത് അദ്ദേഹം പറയും, എനിക്ക് ഇത്രയൊന്നും വേണ്ട, നിന്റെ വീട് പണി പൂർത്തിയാക്കാനുള്ള ഫണ്ടുണ്ട്, അത് മതി സ്വർഗം കിട്ടാൻ. ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ ഇടപെടാതെ ഓരോരുത്തർക്കും അള്ളാഹു നൽകിയ സമ്പത്തിന്റെ ഒരു വിഹിതം 2.5% എന്ത് വന്നാലും അതിന്റെ അപ്പുറത്ത് ചെയ്യാൻ പറ്റൂട്ടോ, അത്രയെങ്കിലും മാറ്റിവെക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അങ്ങനെ സാമ്പത്തിക വിശുദ്ധി നേടി, മാനസിക വിശുദ്ധി നേടി, ശാരീരികമായ ആരോഗ്യമൊക്കെ പരിഗണിച്ച് മികച്ച രീതിയിൽ വിശുദ്ധ റമളാനിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് പരിശ്രമിക്കേണ്ടതുണ്ട്. നമുക്കങ്ങനെ പറ്റിയാലാണ് അള്ളാഹിന്റെ സന്നിധിയിലേക്ക് സന്തോഷത്തോടെ യാത്ര പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മെല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞ കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ, ചെറിയ ചെറിയ കാര്യത്തിന്റെ പേരിൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അതൊക്കെ അങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുക്കി, എല്ലാം പൊരുത്തപ്പെട്ട് കൊടുക്കി. ഒന്ന് ഫോൺ ചെയ്തോളി, എന്ത് വന്നാലും അതൊക്കെ പൊരുത്തപ്പെട്ട് മനസ്സ് ശുദ്ധമാക്കി ബന്ധങ്ങൾ നന്നാക്കി അള്ളാഹുവിന്റെ ദീന്റെ മാർഗത്തിൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഗസയടക്കമുള്ള ഗസയിൽ പിന്നെ പുതിയ അവിടെ സുഖവാസ കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ട്രംപ് പുതിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് അതിജീവിക്കാൻ അള്ളാഹു ആ സമൂഹത്തെ സഹായിക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക രാജ്യത്തെ, ഇസ്ലാമിക സമൂഹത്തെ, ഇസ്ലാമിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാളികൾക്ക് അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കി എല്ലാ അർത്ഥത്തിലും ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകി അത് കണ്ട് കൺകുളിർമയോടുകൂടി ജീവിക്കാൻ വിശ്വാസികൾക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹു നമ്മെല്ലാവരും ഇസ്സത്തിലും അഭിമാനത്തിലും ജീവിക്കാൻ അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാം കഴിഞ്ഞ് ഇവിടെ വെച്ച് റബ്ബിന്റെ വിളി കേട്ട് പുറത്തു പോകുന്ന സമയത്ത്, റബ്ബിലേക്ക് യാത്ര പോകുന്ന സമയത്ത് അള്ളാഹുവേ, ആ സമയത്ത് കെലിമ ചൊല്ലി മരിക്കുന്ന, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന
അല്ലാഹുവേ, നെറ്റിത്തടത്തിൽ വിയർപ്പോടുകൂടി നാവിന് പെടപെടപ്പില്ലാതെ കെളിമ ചൊല്ലുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. اللهم دمر أعداءنا وأعداء الدين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.